NCTV ഇമ്പാക്ട്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അനാഥ രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. അനാഥരും കൂട്ടിരിപ്പുകാർ ഇല്ലാത്തവരുമായ 40ഓളം രോഗികളാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ വാർഡുകളിൽ കഴിയുന്നത്. വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടവരും തനിച്ച് താമസിക്കുന്നവരും യാചകരും ഉൾപ്പെടെ വലിയ ചികിത്സ ആവശ്യമില്ലാത്ത രോഗികളും ഈ കൂട്ടത്തിലുണ്ട്. ചികിത്സയ്ക്ക് പുറമെ ഇവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ രോഗികളുടെ ചികിത്സാ കാലാവധി പൂർത്തിയായാലും ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ ഏതെങ്കിലും സംവിധാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനോ സാധിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ്. സമീപകാലത്തായി ഇത്തരം രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. കട്ടിൽ ആവശ്യമായി വരുന്ന പുതിയ രോഗികൾക്ക് ഇതുമൂലം പലപ്പോഴും തറയിൽ കിടക്കേണ്ട അവസ്ഥയാണ്. ഇതു സംബന്ധിച്ച ഏതാനും ദിവസം മുൻപ് NCTV വാർത്ത നൽകിയിരുന്നു. ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടും ആശുപത്രിയിൽ തുടരുന്ന നിരവധി പേരുണ്ടിവിടെ. ഇവരെ പരിചരിക്കാൻ നഴ്സുമാർക്കും മറ്റു ജീവനക്കാർക്കും അധിക സമയം വിനിയോഗിക്കേണ്ടതായും വരുന്നു. ഗുരുതരമായ സാമൂഹിക വിഷയമായതിനാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആശുപത്രി വികസന സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറും സാമൂഹ്യനീതി വകുപ്പ് അധികാരികളും അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് INTUC പ്രസിഡന്റ് KN നാരായണൻ ജില്ലാ കളക്ടർക്കും ജില്ലാ സാമൂഹ്യനീതി വകുപ്പിനും നിവേദനം നൽകിയിരുന്നു. നിരാലംബരായ ഈ രോഗികൾക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റ് അടിസ്ഥാന ആവശ്യങ്ങളും നൽകുന്നത് നിലവിൽ സന്നദ്ധ സംഘടനകളാണ്. മെഡിക്കൽ കോളേജിന് പുറമെ ജില്ലാ ജനറൽ ആശുപത്രികളും ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അനാഥരായ രോഗികൾ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടാൽ മൃതദേഹങ്ങൾ ഏറ്റെടുക്കാൻ ആളില്ലാകുന്നതോടെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് പതിവ്. സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള നൂലാമാലകളും കാലതാമസവും വേറെ. ഇതോടെ മോർച്ചറി ഫ്രീസറുകളിലെ ലഭ്യതയും കുറയുന്നുണ്ട്. ഡിസ്ചാർജ് ചെയ്യാവുന്ന രോഗികളെ പരിചരിക്കുന്നതിന് സംവിധാനമുണ്ടാക്കണം. അപകടനില തരണം ചെയ്ത രോഗികളെ ജില്ലാ, താലൂക്ക്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ തുടങ്ങി ആശുപത്രികളിലേക്ക് മാറ്റുവാനുള്ള നടപടിയുണ്ടാകണം. മേൽവിലാസവും ബന്ധുക്കളുമുള്ള രോഗികളെ രോഗം മാറിയാൽ അവരുടെ ബന്ധുക്കളെ ഏൽപ്പിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകണം. ബന്ധുക്കൾ ഇല്ലാത്തവർക്ക് പ്രത്യേക സൗകര്യം ഉണ്ടാകണം തുടങ്ങിയ ബദൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് NCTV റിപ്പോർട്ട് ചെയ്തിരുന്നത്. വിഷയത്തിൽ ഇടപെട്ട ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.